സ്വാമിജി, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മതവും സ്ത്രീകളും ആത്മീയതയൊക്കെ തമ്മിൽ വേർപെട്ട് പോയത്? താങ്കളിപ്പോൾ പറഞ്ഞ ഇവിടെ ഒരു സ്ത്രീ സാന്നിധ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ മോഡറേറ്റർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് പകരമായിട്ട് ഒരാൾ വരാം, പക്ഷെ ഞങ്ങൾക്ക് പകരമായിട്ട് ആര് വരും? അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം ഇപ്പോൾ ഞാനൊരു സന്യാസി എന്നുള്ള നിലയിൽ ആത്മീയ ഒരു പ്രസ്ഥാനത്തെയും ഒരു ഹൈന്ദവ സമൂഹത്തെയൊക്കെ പ്രതിനിധീകരിക്കുന്നു. തിരുമേനി ക്രിസ്തീയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു, ഇദ്ദേഹം ഇസ്ലാം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ആധ്യാത്മിക രംഗത്ത് ഏതെങ്കിലും ആ നിലയിൽ പ്രതിനിധീകരിക്കുവാൻ യഥാർത്ഥത്തിൽ സ്ത്രീകൾ വളരെ കുറവാണ്. സ്ത്രീകളില്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ആ പ്രശ്നമെന്ന് പറയുന്നത് അത് മതത്തിൽ മാത്രമല്ല, നമ്മൾ കാലാകാലങ്ങളായി പിന്തുടരുന്ന ഈ പ്രാമാണികതയുടെ ഒരു ബാക്കി പത്രമായി സംഭവിച്ചിരിക്കുന്ന കാര്യമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇദ്ദേഹം പ്രവാചകൻ്റെ വഴികളിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. തിരുമേനി ആധ്യാത്മിക വഴികളിൽ മതത്തിൻ്റെ പാതയിൽ അവരുടെ അസാന്നിധ്യവും അവർ നേരിടുന്ന കാര്യങ്ങളുമൊക്കെ സൂചിപ്പിച്ചു. ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം ആദ്യകാലത്ത് ഈ സന്യാസത്തിൻ്റെ തപോവാടങ്ങളിൽ വലിയ സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അനസൂയ, ഗാർഗി, മൈത്രേയി എന്നൊക്കെ പറയുന്ന പതിവ്രത രത്നങ്ങളല്ലെങ്കിൽ സന്യാസിനിമാരായിട്ടുള്ള ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നീതിയുടെ ദേവത. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കോടതിയിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട് നീതിയുടെ ദേവത. അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഏറ്റവും പവിത്രമായി കണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഭാരതം. അത് കഴിഞ്ഞ സമയത്താണ് നേരത്തെ പറഞ്ഞ വർണ്ണാശ്രമധർമ്മവും ചാതുർവർണ്ണയവും ഒക്കെ ഇവിടെ കടന്നു വരുമ്പോഴാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പേരിൽ, ജോലിയുടെ പേരിലൊക്കെ ആളുകളെ പല പ്രകാരങ്ങളിൽ വിഭാഗികമായി വേർതിരിച്ചുകൊണ്ട് ഈ ജനങ്ങളെ പല പ്രകാരങ്ങളിൽ ഇല്ലാതാക്കി കളഞ്ഞതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വർണ്ണാശ്രമധർമ്മം. ആ വർണ്ണാശ്രമധർമ്മത്തിലാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്ന ജാതികളും ഉപജാതികളും ഒക്കെ ഉണ്ടായത്. അപ്പോൾ വലിയ ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ ദൈവം, ചെറിയ ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെറിയ ദൈവം. ആരാധനയുടെ പേരിൽ പോലും ഈ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാക്കി. അങ്ങനെ വന്ന സമയത്ത് സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഈ ആധ്യാത്മികതയുടെ പൊതുധാരയിൽ നിന്നും മാറുകയും പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഈ ദേവദാസികൾ ഉണ്ടാകുന്നത്, വേദവാഹിനികൾ എന്ന് പറയുന്ന സ്ത്രീകളെ നമ്മുടെ രാജ്യത്ത് പിന്നെ കാണുന്നത് ദേവദാസികളായിട്ടാണ്. രാജാക്കന്മാരുടെ ഈ വലിയ കൊട്ടാരങ്ങളിൽ പോയിട്ട് ദാസിയാട്ടം നടത്തുക എന്നുള്ള രീതിയിലേക്ക് സ്ത്രീകൾ അധപ്പതിക്കുകയും, പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോൾ ബുദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും, ജൈന പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാലും, സിഖ് പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാലും, ഹിന്ദു പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാലും, ഇതിനകത്തെ ഏതൊക്കെ ഉൾപ്പിരിവുകളെക്കുറിച്ച് പറഞ്ഞാലും, ഇതിനകത്തൊന്നും നമുക്ക് ആത്മീയതയിൽ സ്ത്രീകളെ കാണുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കാലാകാലങ്ങളിൽ, ഇപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, കാലാകാലങ്ങളിൽ ഇവിടെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് വരുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഈ മേൽക്കോയ്മകൾ യഥാർത്ഥത്തിൽ അവരെ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ അവരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതിനകത്തൊന്നൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. എല്ലാ മതങ്ങളിലും അതുപോലെ തന്നെയാണ് ആ ക്രമത്തെ പ്രത്യേകിച്ചും ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ പൊതുവെ വിശ്വാസത്തിൽ ഇതുപോലെയുള്ള പരിമിതികൾ നേരിടുന്നു എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയും